ഹലോ, നമുക്കിന്നൊരു അടിപൊളി പുഡിങ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത്. അത് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക, കുതിർത്തിയെടുക്കുക. ഇനി ഒരു പാക്കറ്റ് പാല് വേണം. അപ്പോൾ ഈ ഒരു പാല് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതേസമയം തന്നെ നമ്മുടെ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിസ്ത പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പിസ്തയുടെ എസൻസ് 2-3 ഡ്രോപ്പ് കുറച്ച് പാലിലൊന്ന് കലക്കി നമ്മുടെ ഈ ഒരു പാലിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെച്ച ചൈന ഗ്രാസ് നമുക്ക് ഈ ഒരു പാലിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ചൂടോടുകൂടെ തന്നെ വേണം ചൈന ഗ്രാസ് പാലിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നല്ലോണം ചൂടായി വന്നാൽ മതി, തിളച്ച് ഇതാവേണ്ട ആവശ്യമില്ല. പുഡിങ്ങിൻ്റെ മിക്സ് നല്ലോണം ചൂടായി വന്നപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു ടൈഗറിൻ്റെ ഈ ഒരു എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-3 ഡ്രോപ്പ് മതി, നല്ല കളറ് കിട്ടും. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഞാനിതൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ബബിൾസ് ഇതുപോലെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പിൻ്റെ പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 2-3 മണിക്കൂർ കൊണ്ടിത് നല്ലോണം സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണിത്.